നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സാധാരണ മധ്യവയസ്കിൽ 40 അബോവ് പ്രായങ്ങൾ കാണുന്ന ഒരു ഇഷ്യൂസ് ആണ് കൂടുതൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന ഒരു പ്രശ്നമായി വരുന്ന കേസാണ് ഈ ഷോൾഡർ പെയിൻ, ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ ഈ ഷോൾഡർ പെയിൻ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മസിൽ ഇഞ്ചറീസ് എന്ന ഷോൾഡർ പെയിൻ സംഭവിക്കാം. അതുപോലെ മസിൽ സ്ട്രെയിനും മസിൽ സ്ട്രെയിൻ ഇത് രണ്ടും ഇതിന് കാരണമാണ്. ലിഗമെന്റിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ടുള്ള വെയിറ്റ് എടുക്കുക, വെയിറ്റ് ലിഫ്റ്റേഴ്സ്, അതുപോലെ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്വിമ്മിങ്. അപ്പോൾ ആ സ്ഥിരമായ ഒരു മൂവ്മെന്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റർ ചെയ്യുമ്പോൾ ആ പോസ്റ്റർ കറക്റ്റായിട്ട് അല്ലാതെ കറക്റ്റായിട്ട് ഒരു വെയിറ്റ് എടുക്കാണ്ട് ചില ആംഗിളിലൊക്കെ നിന്ന് വെയിറ്റ് ഉയർത്തുക, ഇതൊക്കെ ലിഗമെന്റിന് ഇഞ്ചറി സംഭവിക്കാനും, അതുപോലെ ഈ ഫ്രോസൺ സ്റ്റിഫ്നെസ്, സ്ഥിരമായ ഒരു വ്യായാമം ഇല്ലാതെ സ്ഥിരമായി കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഒരു വ്യായാമം ഒന്നുമില്ല, സ്ഥിരമായി ഇങ്ങനെ ഇരുന്ന് ഷോൾഡർ സ്റ്റിഫ്നെസ് സംഭവിക്കുക, അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകാതിരിക്കുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കറക്റ്റായിട്ട് ഇത് ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ ഇല്ലാത്തവർക്കും അതുള്ളവർക്കും ഒരുപോലെ ചെയ്യാവുന്ന ചില എക്സസൈസുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ്, ആർക്കും ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. നമ്മുടെ ഈ ഷോൾഡർ ലെവലിൽ കാലുകൾ ഇങ്ങനെ അകത്തി വെക്കാം. വളരെ ഫ്രീ ആയിട്ട് നിൽക്കാം. നമ്മുടെ ജോയിന്റുകളിലൊന്നും ഒരു പെയിൻ, ഒരു സ്ട്രെയിനോ ഒന്നുമില്ല. അതുപോലെ ഫ്രീ ആയിട്ട് നിന്ന ശേഷം കൈകൾ മടക്കി നമ്മുടെ ഷോൾഡറിന് ലെവൽ വയ്ക്കും. കൈകൾ മടക്കി നമ്മൾ ഷോൾഡർ ലെവൽ കൊണ്ടിട്ട് എൽബോസ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്താം. ശ്വാസം കളഞ്ഞുകൊണ്ട് ഇതുപോലെ ജോയിൻ ചെയ്യും. ഇൻഹേൽ, then exhale. ഇൻഹേൽ, then exhale. ഇത് സംശയമില്ലെന്ന് തോന്നുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഉയരാം, ശ്വാസം കളഞ്ഞുകൊണ്ട് തിരിച്ചു വരാം. ഇതൊരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. നേരത്തെ നമ്മൾ മുകളിലേക്ക് കണ്ടിട്ട് ഇതുപോലെ താഴേക്ക് ഇൻഹേൽ ചെയ്ത് താഴേക്ക് എടുക്കാം. എക്സേൽ ചെയ്തിട്ട് ഇൻഹേൽ, then exhale. Inhale, then exhale. ഈ മൂവ്മെന്റ് ചെയ്യാം. അതിന് ഷോൾഡർ നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് പിടിക്കാം. ഇതുപോലെ ചേർത്ത് ലോക്ക് ചെയ്ത് പിടിക്കാം. എന്നിട്ട് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 റിലീസ്. ഇത് സംശയമില്ലെന്ന് തോന്നുന്നു. ഷോൾഡർ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കാം. എന്നിട്ട് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 റിലീസ്. ഹോൾഡ് 1 2 3 4 5. ഇതൊരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് ബട്ടക് സൈഡ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നോക്കാം. 1 2 3 4 5 റിലീസ് ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഈ കൈകൾ ബട്ടക് സൈഡിൽ വെച്ചിട്ട് 1 2 3 4 5 റിലീസ്. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ബട്ടക് സൈഡിൽ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് 5 സെക്കൻഡ്സ് നമുക്കിങ്ങനെ 1 2 3 4 5 റിലീസ്. അതുപോലെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. റൈറ്റ് ഹാൻഡ് റൈറ്റ് ബട്ടക് സൈഡ് വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കാം. 1 2 3 4 5 റിലീസ് ചെയ്യാം. ഇതൊരു 10 ടൈംസ് മാറി മാറി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് എക്സേൽ ചെയ്തിട്ട് ഷോൾഡറിനെ മൂവ് ചെയ്യാം. ഇൻഹേൽ ചെയ്തിട്ട് ബാക്കിലേക്ക് എക്സേൽ, ഇൻഹേൽ. ശ്വാസം കളഞ്ഞുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക്. അപ്പൊ ഈ മൂവ്മെന്റ് ചെയ്ത ശേഷം ഇതന്നെ തിരിച്ച് ചെയ്യാം. നമുക്ക് ബാക്കിലേക്ക് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് പോകാം. ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് പോകാം. ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് പോകും. ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഇൻഹേൽ, then exhale. ഇങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യാം. ഈ 3 സ്ട്രെച്ചുകൾ, ഈ മൂവ്മെന്റുകൾ നമുക്ക് ചെയ്യാം. അതിനുശേഷം വേറെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാം. ഇതുപോലെ ഒരു പടി പോലത്തെ സ്ഥലത്തേക്ക് ഇരിക്കും. അല്പം ചരിഞ്ഞ് ചെയ്തിട്ട് ഒരു കൈ, വലത് കൈ നമുക്ക് ഫ്രീ ആക്കി ഇങ്ങനെ ഇടാം. സാധാരണ ഒരു പെൻഡുലം ഇട്ടേക്കുന്ന പോലെ, പെൻഡുലം കിടക്കുന്ന പോലെ ഇട്ടിട്ട് അതൊക്കെ ക്ലോക്ക് വൈസ് ഇങ്ങനെ മൂവ് ചെയ്യും. 1 2 3 4 5 6 7 8 9 10. അതുപോലെ തിരിച്ച് മൂവ് ചെയ്യുക. അതുപോലെ 1 2 3 4 5 6 7 8 9
ഇതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് തിരിഞ്ഞിരിക്കാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ റൈറ്റ് ഹാൻഡാണ് ചെയ്തത്, അതുപോലെ ലെഫ്റ്റ് ഹാൻഡും അതുപോലെ തന്നെ നമുക്ക് കറക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ തിരിച്ച് കറക്കാം. 1 2 3 4 5 6 7 8 9 10. ഈ ഒരു മൂവ്മെന്റ് നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെച്ച് കൂടി ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു ബെൽറ്റ് എടുക്കാം. ഈ ബെൽറ്റ് വേണമെന്നില്ല, ഒരു നമുക്ക് തോർത്തോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും എടുത്താലും മതി. അപ്പോൾ ഈ വീഡിയോക്ക് ഭംഗി കൂടാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത്. പക്ഷെ ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്കിത് ഓൺലൈൻ വാങ്ങണം സാധാരണ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. ഒരു തോർത്ത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കയറോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിഞ്ഞ് നിൽക്കാം. തിരിഞ്ഞ് നിന്നിട്ട് ഈ ബെൽറ്റ് ഇതുപോലെ പിടിക്കാം. 2 സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡർ പാലായിട്ടും പിടിക്കാം, താഴെയും പിടിക്കാം. എന്നിട്ട് ശ്വാസം മുകളിലേക്ക് അപ്പ് ചെയ്യാം. അപ്പോൾ താഴേക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്താം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഹാൻഡ് താഴേക്ക് ഉയർത്താം. Inhale, then exhale. Inhale, then exhale. Inhale, then exhale. അതുപോലെ നമുക്ക് തിരിച്ചു പിടിക്കാം. കൈകൾ തിരിച്ചു പിടിക്കുക. ചുവട് ലെഫ്റ്റ് ഹാൻഡോട് റൈറ്റ് ഹാൻഡ് ഉയർത്താം. റൈറ്റ് ഹാൻഡോട് ലെഫ്റ്റ് ഹാൻഡ് താഴേക്ക് ഇടാം. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് കൂടി ചെയ്യാം. അപ്പോൾ ഈ 2 മൂവ്മെന്റുകളും ഫ്രോസൺ ഷോൾഡറിന് നല്ലതാണ്. സ്ട്രെയിൻ പെയിൻ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ പല വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ പലരും ആവശ്യപ്പെട്ടു ഇത് കുറച്ചുകൂടി വൈഡായിട്ട് കാണിക്കണം. പെട്ടെന്ന് 1 മിനിറ്റിലൊക്കെ ധൃതി പിടിച്ച് ചെയ്ത് കാണിച്ചു. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നോക്കുന്നത്. പലരും എന്നെ കമൻറ്റ് ചെയ്തിരുന്നു, എൻ്റെ ഫോണിലൂടെ ബന്ധപ്പെട്ടു സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ ഒരു വിഷയമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ നമസ്തേ.